നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിലെ ഹനോയിൽ നിന്നും ഏതാണ്ട് 2 മണിക്കൂർ സഞ്ചരിച്ച് വിൻഫാസ്റ്റ് എന്ന കമ്പനിയുടെ മാനുഫാക്ചറിങ് പ്ലാന്റിൽ വന്ന് നിൽക്കുകയാണ്. വിൻഫാസ്റ്റ് ഇപ്പോൾ ഇന്ത്യയിലുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഇന്ത്യയിൽ വലിയ പ്ലാന്റാണ് തൂത്തുക്കുടിയിൽ അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് വിയറ്റ്നാമിലെ വാഹന വിപണിയുടെ 35% കൈയാളുന്ന ഇവരാണ്. ഇവിടെ സ്കൂട്ടേഴ്സ് ഉണ്ട്, കാറുകളുണ്ട്, ബസ്സുകളുണ്ട്. ഈ കിടക്കുന്ന ബസ്സൊക്കെ ഇവർ തന്നെ നിർമ്മിച്ചിരിക്കുന്ന വിൻഫാസ്റ്റിനെ നിർമ്മിച്ചിരിക്കുന്ന ബസ്സുകളാണ്. അപ്പോൾ ഇതെല്ലാം നിർമ്മിക്കുന്ന പ്ലാന്റും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ മിനിറ്റിൽ 1 കാർ വെച്ച് നിർമ്മിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. സാധാരണഗതിയിൽ പൊതുവേ നമ്മൾ ഈ വാഹന നിർമ്മാണ പ്ലാന്റിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല. ഇവർ പറഞ്ഞാൽ കുറേയൊക്കെ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ പോലും നമ്മളെപ്പോഴും വാഹന നിർമ്മാണ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സ്ക്രൂ തൊട്ട് അങ്ങ് വാഹനം വരെ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് കണക്കാക്കരുത്. കാരണം ഇതെല്ലാം പല വെൻഡേഴ്സും നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് വരികയും ഇതെല്ലാം ഇവിടെ അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വിൻഫാസ്റ്റിൻ്റെ വിയറ്റ്നാമിലെ പ്ലാന്റിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ വിൻഫാസ്റ്റിൻ്റെ VF6ഉം VF7 വന്നിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് VF6 തന്നെയാണ്. ഇത് VF3. കോമറ്റിനും അതുപോലെ തന്നെ ടിയാഗോയ്ക്കും പഞ്ചിനുമൊക്കെ ഒരു ഭീഷണിയാകാവുന്നൊരു ചെറിയ കാറാണിത്. അപ്പോൾ VF3 ഇതാ. അപ്പോൾ ഇതിന് ആകെ 2 ഡോറുകളാണുള്ളത്. നമ്മൾ സാധാരണ കോമറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ, പക്ഷേ 4 സീറ്റുകളുണ്ട്. പിൻഭാഗത്തും സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു VF3 എന്ന് പറയുന്നത്. പിന്നെ അടുത്ത മോഡൽ ഭാഗ്യത്തിന് പേര് എഴുതിയിട്ടില്ല. ഇത് VF5 മറ്റോ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഇത് VF9. ഇതാണ് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ. ഏറ്റവും വലിയ മോഡൽ ഇതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു മോഡലുമാണ്. ഇവരുടെ കാര്യത്തിൽ ഇവർ EVകൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ. ഒരു പക്ഷേ ഇനിയിപ്പോൾ ഞങ്ങൾ നിർമ്മിച്ചേക്കാമെന്നൊരു സൂചന തന്നിരുന്നു. അപ്പോൾ അതാണിത്. ഇത് VF8 കാണാൻ നല്ല ഭംഗിയുള്ള വാഹനമാണ്. നമ്മുടെ ഇവിടെ VF7 വരെയാണുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള വലിപ്പമാണ് നമ്മുടെ നാട്ടിലുള്ള മോഡലിൻ്റെ ഏറ്റവും വലിയ വലിപ്പം എന്ന് പറയുന്നത്. ഇത് VF7 തന്നെയാണ്. നമ്മളിപ്പോൾ അവിടെ കണ്ടത് അത് VF5 ആണ്. VF5 ഇവിടെയും കിടക്കുന്നുണ്ട്. ഇത് VF5 ആണ്. അപ്പോൾ ഇവിടെ ധാരാളം ഇന്ത്യക്കാർ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. നമ്മൾ മലയാളികളെ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വിയറ്റ്നാം എന്ന് പറയുന്ന ഈ ഒരു രാജ്യം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന വമ്പന്മാരാണിത്. നമ്മുടെ നാട്ടിൽ ടാറ്റ പോലെയൊക്കെ അത്രയും വലിയ അവരില്ലാത്ത മേഖലകളില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഇനി പ്ലാന്റ് വിസിറ്റിന് പ്രവേശിക്കാം. അപ്പോൾ പ്ലാന്റിനുള്ളിലുള്ള ഒരു ബസ്സിലാണ് നമ്മൾ പ്ലാന്റിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ യാത്ര തുടങ്ങുകയാണ്. വിൻഫാസ്റ്റിൻ്റെ ബസ്സുകളും കാറുകളും 2 വീലേഴ്സും എല്ലാം നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പ്ലാന്റാണിത്. ഇപ്പോൾ ഇവിടെ വിയറ്റ്നാമിൽ 35% മാർക്കറ്റ് ഷെയർ ഉണ്ട് വിൻഫാസ്റ്റിന്. ഇന്ത്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് അങ്ങനെ പല മാർക്കറ്റുകളിലും അവരിപ്പോൾ ഉണ്ട്. തന്നെയല്ല മാനുഫാക്ചറിങ് പ്ലാന്റ്സും ഉണ്ട്. EVകളിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നതെങ്കിലും ഹൈബ്രിഡുകളിലേക്കും എത്തും എന്നൊരു സൂചന ഇന്ന് രാവിലെ ഇവിടെ ഒരു പ്രസൻറ്റേഷൻ അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ തന്നെയാണ്. ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഹെഡ് പ്രവീൺ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയിലാണെങ്കിലും 2 വീലേഴ്സ്, അതിനുശേഷം ബസ്സുകൾ എല്ലാം നിർമ്മിക്കാൻ തന്നെയാണ് ഇവരുടെ പ്ലാൻ. ഇപ്പോൾ ഈ സൈഡിൽ മുഴുവൻ നിർമ്മാണം പൂർത്തിയായ സ്കൂട്ടറുകളാണ്, EVകളാണ് ഈ കാണുന്നത്. ഇതൊരു പോർട്ട് സിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിർമ്മിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കയറ്റുമതി ചെയ്യാൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ മലയാളി എൻജിനീയേഴ്സിനെ പരിചയപ്പെട്ടു. ഒരു പ്രവീണ്, അതുപോലെ തന്നെ അരുണും ജയ്ഷാലും. അവർ പറഞ്ഞത് 10ഓളം മലയാളി എൻജിനീയേഴ്സ് ഉണ്ട് ഈ ഒരു പ്ലാന്റിൽ എന്നുള്ളതാണ്. എന്തായാലും പ്ലാന്റിനുള്ളിൽ പലപ്പോഴും പല കമ്പനികളും ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സ്കോഡയുടെ പ്രാഗിൽ യൂറോപ്പിലെ പ്ലാന്റിൽ പോയപ്പോൾ അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷേ ഇവിടെ പ്ലാന്റിനുള്ളിൽ ഷൂട്ട് ചെയ്തോളാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. വെറും 9 വർഷം കൊണ്ടാണ് വിൻഫാസ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഇങ്ങനെ വിയറ്റ്നാം കീഴടക്കിയത്. 2017 ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം വിയറ്റ്നാമിൽ എവിടെ നോക്കിയാലും വിൻഫാസ്റ്റ് മാത്രമേ ഉള്ള ഒരവസ്ഥയാണ്. എവിടെ നോക്കിയാലും ചാർജിങ് പോയിൻറ്റുകളുണ്ട്. എല്ലാം വിൻഫാസ്റ്റ് തന്നെ സ്ഥാപിച്ചാണ്. അതും ഏറ്റവും പവർഫുള്ളായുള്ള ചാർജേഴ്സാണ്. 120 കിലോവാട്ട് തൊട്ട് 200 കിലോവാട്ടിൻ്റെ വരെ ചാർജേഴ്സാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ഡ്രൈവർലെസ് കാറിൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്നു. അതൊരു പ്രോട്ടോടൈപ്പിൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്നു. അപ്പോൾ ഇവരങ്ങനെ ഡ്രൈവർലെസ് കാറുകളും ടെസ്റ്റിംഗ് തുടങ്ങിയെന്ന് ഇവർ പറഞ്ഞിരുന്നു. ഇതൊരു ലോകമാണ്, ഒരു വല്ലാത്ത ലോകമാണ് ഇതിൻ്റെ അകം. എത്ര ഏരിയയിലാണ് കിടക്കുന്നുണ്ടോ. ഇത് തന്നെയല്ല, വിൻഫാസ്റ്റിൻ്റെ ഒരു ഓഷ്യൻ പാർക്ക് എന്നൊരു സ്ഥലത്ത് ഇന്നലെ നമ്മളെ കൊണ്ടുവരുന്നു.
അവിടെ ഒരു വലിയ സിറ്റി നിർമ്മിച്ചിരിക്കുകയാണ് വിൻഫാസ്റ്റ് എന്ന് പറയുന്ന കമ്പനി. വിൻഫാസ്റ്റ് അല്ല, വിൻ എന്ന് പറയുന്ന ഇവരുടെ കമ്പനി. അതിൽ യൂണിവേഴ്സിറ്റികളുണ്ട്, ഷോപ്പിംഗ് മാളുകൾ, വീടുകൾ, ഈവൻ ഒരു ആർട്ടിഫിഷ്യൽ ബീച്ച് പോലും അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ വിയറ്റ്നാമിലെ സമസ്ത മേഖലകളിലും ഉണ്ട് വിൻ ഗ്രൂപ്പ് എന്നാണ് പറയേണ്ടത്. നിങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും ഉയരമുള്ള ബിൽഡിങ്, ഏറ്റവും ഹയസ്റ്റ് ടവർ, അതെല്ലാം ഈ വിൻ ഗ്രൂപ്പിൻ്റെതാണ്. ഇപ്പോൾ ഈ ബസ്സും ഒക്കെ വിൻഫാസ്റ്റ് തന്നെയാണ്. വിൻഫാസ്റ്റിൻ്റെ വി എന്ന് പറയുന്ന ലോഗോയാണ് ഇവരുടെ ഡേറ്റ റണ്ണിംഗ് ലാമ്പായാലും അതുപോലെ ഗ്രില്ലായാലും എല്ലാം തന്നെ ഒരു വി എന്ന് പറയുന്ന ആ ഒരു വേർഡ് വെച്ചായിരിക്കും അവർ ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ മുഴുവൻ മാനുഫാക്ചറിങ് കഴിഞ്ഞ കാറുകളാണ്. ഇന്നിവിടെ നല്ലൊരു മഴ ദിവസം, അതുകൊണ്ട് എല്ലാം മഴ നനഞ്ഞ് കിടക്കുന്നു. പക്ഷേ ഈ കിടക്കുന്ന സർവീസ് വാഹനങ്ങളൊന്നും വിൻഫാസ്റ്റ് അല്ല, അതെല്ലാം ഫോർഡും ഷെവർലെയും ഒക്കെയാണ്. ഫസ്റ്റ് ഷോപ്പിലേക്കാണ് നമ്മൾ ആദ്യം കയറാൻ പോകുന്നത്. താങ്ക് യു. ഇവിടെ നിന്നാണ് വിൻഫാസ്റ്റിൻ്റെ എല്ലാ വാഹനങ്ങളുടെയും ബോഡി പാർട്സുകൾ, അതായത് പ്രസ് ചെയ്ത മെറ്റൽ പാർട്സ് എല്ലാം പല രാജ്യങ്ങളിലേക്കും വീണ്ടും അസംബ്ലിങ്ങിനായിട്ട് കയറ്റി അയക്കുന്നത്. ഇന്ത്യയിലേക്കും പോകുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ 11 മോഡലുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അതിൻ്റെ എല്ലാം ബോഡി പാർട്സിൻ്റെ പ്രസ് ചെയ്യുന്ന ആ ഒരു പ്ലാന്റിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഈ ഒരു പ്രസ് ഷോപ്പിൻ്റെയും ഹെഡ് ഇന്ത്യക്കാരനാണ്, അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഹെഡ്ഫോൺ തന്നിട്ടുണ്ട്, അപ്പോൾ ഓരോ കാര്യങ്ങളും മിസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ബോഡി പാനലുകളുടെ പ്രസിങ് അടക്കമാണ്. പ്രസ് ചെയ്തെടുത്ത ഒരു പാനലാണ്, ഡോർ പാനലാണ്. അത് കഴിഞ്ഞ് കൊണ്ടുപോവാണ്. കൺവെയർ കൂടെ പോകുന്നു. കൈ കൊണ്ട് തന്നെ എടുത്ത് അവർ മാറ്റി ഷെൽഫിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഏതോ ഒരു മോഡലിൻ്റെ ഡോറാണ് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത ഡോറിൻ്റെ പാനലാണ് പിന്നീട് ഇവിടെ ഈ ബോഡി ഷെല്ലിലേക്ക് ചേർത്ത് വയ്ക്കുന്നത്. ഈ കാണുന്ന ഷീറ്റ് മെറ്റലാണ് വാഹനത്തിൻ്റെ രൂപത്തിലേക്ക് അവസാനം ബോഡി പ്രസ് ചെയ്ത് മാറ്റിയെടുക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ആദ്യം വരുന്ന രൂപം ഇതാണെന്ന് പറയാം. നമ്മൾ ബോഡി ഷോപ്പിലാണിപ്പം. അപ്പോൾ ബോഡി ഷോപ്പിൽ നമ്മളിങ്ങനെ ഒരു വണ്ടിയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ എളുപ്പമുണ്ട് കാണാൻ. നടന്ന് കാല് കഴക്കില്ല. മുഴുവൻ ഓട്ടോമേറ്റഡ് ആണ്. അകത്തൊന്നും ആൾക്കാർ നിൽക്കുന്നില്ല. നമ്മളിപ്പോൾ ഈയിടെ കോടയുടെ പ്ലാന്റിൽ പോയപ്പോഴൊക്കെ കുറേയൊക്കെ
മാൻ പവർ വേണമായിരുന്നു. ഇവിടെ പക്ഷേ എല്ലാം ഓട്ടോമേറ്റഡായി. വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സ്ഥലത്ത് നിർത്തി ഓരോരോ പാർട്സായിട്ട് വെൽഡ് ചെയ്ത് പോകും. ഓട്ടോമേറ്റഡാണ് ഈ ഒരു ബോഡി ലൈൻ. റോബോട്ട്സാണ് ഒരേ സമയത്ത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കഴിഞ്ഞു. അടുത്ത ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അവിടെ മെഷീൻസ് റെഡിയായിട്ട് നിൽക്കുന്നു. ഏതാണ്ട് വാഹനത്തിൻ്റെ രൂപമായിട്ടുണ്ട്. അങ്ങനെ വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ബോഡി ഷെല്ലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ ലിമോസിൻ എന്ന് പറയുന്ന ആ ഒരു മോഡലിൻ്റെയാണ്. ഇത് നമ്മൾ കാണുന്ന ജനറൽ അസംബ്ലി ലൈനാണ്. വാഹനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇൻക്ലൂഡിങ് ടയർ ഇവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നു. എന്നിട്ട് എല്ലാം കൂടി അസംബിൾ ചെയ്ത് വാഹനമായിട്ട് മാറുന്നു. ആ കാഴ്ച ആയിരിക്കണം ഇവിടെ കാണാനുള്ളത്. ഇതൊരു വെയർഹൗസ് പോലെയാണ് ഈ ഒരു ഭാഗം. അതിനുശേഷം നമ്മൾ അസംബ്ലി ലൈനിലേക്ക് പ്രവേശിക്കും. സീറ്റുകളായാലും ടയറായാലും പിന്നെ ഡാഷ്ബോർഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നു. സീറ്റുകൾ ഇതെല്ലാം പല വെൻഡേഴ്സ് നിർമ്മിച്ച് നൽകുന്നതായിരിക്കണം. അതിൻ്റെ വെയർഹൗസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതാണ്ട് പൂർണ്ണമായിട്ടും എല്ലാം ഫിറ്റ് ചെയ്ത് ഇനി സൈഡിൽ ക്ലാഡിംഗ് ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വാഹനം ഇതാ മേലോട്ട് പോകുന്നു. ടയറടക്കം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ മുകളിലെ അസംബ്ലി ലൈനിൽ കൂടെ സഞ്ചരിക്കാൻ പോവാണ്. ഫൈനൽ പരിപാടികൾക്കായിട്ട് പോകുന്നു. അപ്പോഴത്തേക്കും അടുത്തയാൾ റെഡിയായിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാം EVകളായതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ടും ഇതിൻ്റെ താഴെയുള്ള ബാറ്ററി വിരിച്ചിരിക്കുന്ന ഭാഗമൊക്കെ കാണാൻ സാധിക്കും. അതാണ് ബാറ്ററിയുടെ താഴെയുള്ള പ്രൊട്ടക്ഷനും ഭാഗങ്ങളൊക്കെയാണ്. അലോയ് വീൽ ഒക്കെ ഫിറ്റ് ചെയ്ത ടയർ നേരെ എടുത്ത് കാറിലേക്ക് ഫിറ്റ് ചെയ്യാണ്.
കഴിഞ്ഞു. അടുത്ത ടയർ എടുക്കുന്നു. അവിടെ താഴെ ഒരാൾ വണ്ടിയുടെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം വളരെ കൃത്യമല്ലേ എന്ന് ഒരു വീൽ ചെയർ പോലത്തെ സ്ഥാനത്ത് ഇത് പരിശോധിക്കുന്നു. ഒരു വല്ലാത്ത ജോലിയാണല്ലോ. വീഴാൻ പോയി, പക്ഷെ അത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എഴുന്നേറ്റു. ഇവിടെ 1 മിനിറ്റിൽ 1 വാഹനം വെച്ച് നിർമ്മിക്കുന്നുണ്ട്. 1 മണിക്കൂറിൽ 60 വാഹനങ്ങൾ. ഇതിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും എല്ലാ ഇപ്പം ബോഡി ഷോപ്പുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയതുകൊണ്ടാണ് ഇത്രയും വേഗം നിർമ്മിക്കാൻ പറ്റുന്നത്. മനുഷ്യനെ കൊണ്ട് അത്രയും സ്പീഡിൽ റോബോട്ട് പണിയെടുക്കുന്നവരെ പണിയെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഗംഭീരമായ ലഞ്ചോടുകൂടി നമ്മുടെ ടൂർ അവസാനിക്കുകയാണ്. പ്ലാന്റ് അല്ലെങ്കിൽ ഫാക്ടറി ടൂർ. വിയറ്റ്നാമീസ് ഫുഡ് ഗംഭീര ഫുഡാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ക്രാബ്, അത് ചിക്കൻ, ഫിഷ്, വെജ്, സൂപ്പ്, പിന്നെ സീ ഫുഡ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട്.